ഇതാണ് പന്നി മുളകിട്ടത്. ഭയങ്കര സ്മെല്ല്. ഇവിടുത്തെ ഒരു ഫ്രൂട്ട്സിന്റെ മാർക്കറ്റ് കേട്ടോ. ഫ്രൂട്ട്സിന്റെ മാർക്കറ്റല്ല, ഫ്രൂട്ട്സിന്റെ ഷോപ്പ്. ഇതാണെന്ന് തോന്നുന്നു മാർക്കറ്റ്. ഏതായാലും ഇങ്ങോട്ട് കയറി അത് വേണ്ടല്ലോ. പല ടൈപ്പിൽ ആപ്പിളുകളുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ചെസ്നട്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഉത്ഭവം തുർക്കിയാണ് പോലും. തുർക്കിക്കാർ ഈ തണുപ്പുള്ള സമയത്ത് ഇത് നല്ലോണം വറുത്ത് കഴിക്കുന്നു. അല്ല, അത് ചൂടാക്കി കഴിക്കുന്നു. ഇത് പൂളക്കിഴങ്ങ് പോലതാണ്. ഇഞ്ചി, അയവ. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് നടന്ന സാധനം, തേള്. തേളുണ്ടല്ലേ, ചെറിയ തേളിൻ്റെ കുട്ടി. ഇവിടെ നന്നാക്കണ്ട സ്ഥലല്ലേ. തേളിനെ ഒരു ചെറിയൊരു നമ്മളെ പാത്രത്തിലാക്കി വെച്ചതാണ്. ഇതിനിപ്പം ആദ്യം ഉള്ളതാണോ മുഴുവനായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഏതായാലും ബക്കറ്റ് കാലിയൊക്കെ ഉണ്ട്. ഇത് കൊപ്ര, തേങ്ങ. ഇത് ശ്രീലങ്കയിൽ നിന്ന് വരുന്നത് പോലെ തന്നെ ചൈനയിൽ തന്നെ ഒരു എവിടെയാണ് പറയാൻ, തേന എന്ന് പറയുന്ന സ്ഥലങ്ങൾ, അവിടെ നിന്ന് വരുന്ന തേങ്ങകളാണ്. പിന്നെ ഇതൊക്കെ പിന്നെ പന്നി, ഇത് പന്നിയാണ്. പന്നിൻ്റെ മുകളിലുള്ള ആ ഒരു തോലെടുക്കുന്നതാണ്. ഇതിൽ താറാവുണ്ട്, കോഴിയുണ്ട്, ഇതിൽ പന്നിണ്ട്. അത് വലിയ താറാവ് മുകളിലുള്ള. ഇതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചാണ്. ഇത് പന്നി. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ കോഴിക്കാല്. കോഴിക്കാല് എന്താ പറയുന്നതിന് അതന്നെ കോഴിക്കാല്. മറ്റേ കോഴിൻ്റെ കാലിൻ്റെ ഇതുണ്ടല്ലോ, വിരല്. അതുപോലെ തന്നെ ഇതൊക്കെ അവർ കഴിക്കും. ഇതൊക്കെ അവർ നല്ലോണം കഴിക്കുന്ന സംഭവങ്ങളാണ്. അതെല്ലാം നമ്മുടെ ഇതിൻ്റെ ചേച്ചിട്ടാണ്. ഇത് പിന്നെ കടൽ മത്സ്യങ്ങളാട്ടോ. ഇവിടെ അധികം, ഇവിടുത്തെ ആളുകൾ അധികം ഉപയോഗിക്കല് മറ്റേ വളർത്തുമീനുകളല്ല. വളർത്തുമീനാണ്. ഇത് കടൽ മത്സ്യമാണ്. എന്തല്ല അത് നമ്മളെ പുതിയാപ്പിളക്ക് വരാം. സുൽത്താൻ ഇബ്രാഹിം. ഗൾഫിലെ ആളുകൾ പറയാം സുൽത്താൻ ഇബ്രാഹിം. അത് കൂന്തൽ. ഇത് ഫ്രോസൺ ചിക്കന്, പന്നി, കോഴിക്കാല് എല്ലാം ഉണ്ട്. ഇതിൽ അവൈലബിളാണ്. പിന്നെ മീറ്റ് ബോള്. മാർക്കറ്റ് ഞാനിപ്പോൾ വന്നത് ഏകദേശം 11:30 ആയിട്ടുണ്ട്. 11:30 ആയപ്പോൾ ഏകദേശം ആളുകളൊക്കെ പോയിട്ടുണ്ട്. രാവിലെയാണ് ഇവിടുത്തെ ആളുകളെ മുഴുവനായിട്ട് കാണാം. നല്ല ക്രൗഡായിരിക്കും ഈ സമയത്തൊക്കെ. ഏതാ മീൻ തന്നെ അറിയില്ല കേട്ടോ. ഒന്ന് കൂന്തലറിയാം. കോഴിക്കാല് ഇതാ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഹലോ, ഹലോ. കരിങ്കോയി. കരിങ്കോയി തന്നെയാണെന്നല്ല, കറുത്ത കളറാണ്. അതുകൊണ്ട് കരിങ്കോയി എന്ന് വിളിക്കണം. ആടിന്റെ പേര് അറിഞ്ഞിട്ട് ഞാനേ സൗണ്ട് ഉണ്ടാക്കി കാണിച്ചു വിട്ടാ. ആടിന്റെ തല ഇവിടെ കാണൽ വളരെ റയറാണത്. പന്നിയല്ലേ അല്ലേ? പന്നില്ലേ? ഓ, പന്നിക്കുട്ടിനെ ആപ്പാക്കി വെച്ചാണ്. ഹലോ. ഇത് പിന്നെ മാറി, അതിൻ്റെ ഒരു ലെവൽ മാറി. ഞാനൊരു ഏരിയ കൂടി ഇങ്ങനെ പോയിട്ട് ഒരു ഏരിയ കവർ ചെയ്യുന്ന കേട്ടോ. മാർക്കറ്റിലെല്ലാം ഉണ്ട് കേട്ടോ. ഗാർമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ഭാഗം ഗാർമെൻറ്റ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഓർണമെൻറ്റ്സ് വെക്കുന്നുണ്ട്. ഇത് വെജിറ്റബിളിൻ്റെ ഷോപ്പാണ്. വെജിറ്റബിൾ ഒരുപാടുണ്ടാവും. അതെ 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 അതെ, ഫ്രഷ് ഉണ്ടാവും എന്തായാലും. ഇപ്പോൾ ക്യാരറ്റൊക്കെ എടുത്ത് നോക്കിയാൽ കണ്ടല്ലോ, ഒരു ചളി പോയി അതിൻ്റെ മുകളിൽ കാണില്ല. ഇത് ഇവിടുത്തെ ചെറിയൊരു കടയാണ് ഈ മാർക്കറ്റിലുള്ള. നോക്കിട്ടോ, അവർ പേയ്മെൻറ്റ് കൊടുക്കുന്ന രീതി WeChatലാണ് കൊടുക്കുന്നത്. പേയ്മെൻറ്റ്
കയ്യിൽ അവർ ക്യാഷ് വാങ്ങുന്ന ഒരു പരിപാടിയില്ല, എല്ലാം വീച്ചാറ്റില്ല, ബാങ്കിലേക്കാണ്ട് വന്നോളൂ. ഇതൊക്കെ കണ്ടില്ലേ, തക്കാളിയൊക്കെ കണ്ടില്ലേ, തിളങ്ങാണ് കിടന്നത്. തക്കാളി, ഉള്ളി, ക്യാരറ്റ്, നേരത്തെ പറഞ്ഞില്ലേ. എൻ്റെ മുകളിലൊക്കെ ഒരു ചളി കാണൽ പ്രയാസമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ക്യാരറ്റ് ഫാം കൃഷിസ്ഥലത്ത് തന്നെ നേരെ ഒരു മെഷീൻ ഉണ്ട്. അത് നല്ലോണം ബ്രഷ് മെഷീൻ എന്ന് പറയും, ബ്രഷ് വാഷിംഗ് മെഷീൻ എന്ന് പറയും. ആ മെഷീനിലിട്ട് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ മാർക്കറ്റിലേക്കൊക്കെ അവർ എത്തിക്കുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പച്ചക്കറിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് പച്ചക്കറി. ഞാനിപ്പോൾ കാര്യമായിട്ട് വന്നത് പാമ്പിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതുണ്ടോ നോക്കട്ടെ. വീച്ചാറ്റൊക്കെ ഉപയോഗിക്കാത്തവർ മാത്രം കേട്ടോ, പ്രായമുള്ള ആളുകൾ മാത്രമാണ് അധികം ക്യാഷ് ആയിട്ട് നടക്കുന്നത്. യൂത്തന്മാരും വന്നു കേട്ടോ, സാധനമൊക്കെ മേടിക്കാൻ. ഇത് ഞണ്ട്, ഇതിന്റെ കാൽവരെ വേറെ തൊട്ട് കിട്ടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ഓയിസ്റ്റർ ഫിഷ്, നമ്മളെ കക്കര ചെറുതിറച്ചി പോലെ സാധനം അല്ലേ? ഓയിസ്റ്റർ ഫിഷിനെ പറയാമോ? ഇതായിരുന്നു കല്ലുമക്ക ഉണ്ടല്ലോ, അതെവിടെയാ? ഇതാണ് തവള. ഈ തവളനെ ഇവർ പൊളിക്കുന്നത് കാണണം. അത് ആരും വാങ്ങാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഏതായാലും വാങ്ങാൻ പറ്റില്ല. അത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കാണാം എങ്ങനെ പൊളിക്കണമെന്നല്ല. അത് ഒന്നുമില്ല, അതിൻ്റെ നേരെ ജീവനോട് എടുത്തിട്ട് നേരെ ഹാപ്പാണ്. ഇത് കല്ലുമക്കായ, ഇത് കടലിൽ നിന്ന് എടുക്കുന്നല്ല, വളർത്ത് കല്ലുമക്കായാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വലിയ തെരണ്ടിയാണത്. അതൊന്നും പാമ്പല്ല, അതൊക്കെ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഫിഷാണ്. അതൊക്കെ ആരെ വാങ്ങിക്കൊണ്ട് കഴിക്കണല്ലേ?